പടച്ചോൻ തരുന്ന ദുനിയാവിൽ അള്ള കൈപിടിച്ചേൽപ്പിച്ചെന്നതാ. പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത്, ചതിക്കരുത്. ഒരാണ് ഊട്ടി ഒരുക്കി എല്ലു മുറിഞ്ഞു കൊണ്ട തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം. പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം, പലരും പല ചൂണ്ടക്കൊൽത്തൂട്ടേക്കാം. പക്ഷെ ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം, മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ദുർഗന്ധത്തിന്റെ മണം പരലോകത്ത് ഏറ്റവും വലിയ കറുപ്പാണെന്നറിയണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, കെട്ടിയ പെണ്ണിനെ ചുംബിച്ചാണ് എനിക്ക് കൂലിണ്ട്, ഓനെ ചുംബിച്ചാൻ എനിക്ക് കൂലിണ്ട്. അപ്പൊ സഹാബത്ത് വെച്ച് റസൂൽ, അത് ഞങ്ങളുടെ ആഗ്രഹമല്ലേ ചുംബിക്കല്? റസൂലുള്ള പറഞ്ഞു, വേറൊരു പെണ്ണിനെ ചുംബിച്ചാൻ എനിക്ക് കുറ്റുണ്ടോ? ഉണ്ട്. അപ്പൊ എന്റെ കെട്ടിയ പെണ്ണിനെ ചുംബിച്ചാൻ എനിക്ക് കൂലിണ്ട്, ഓളെ കെട്ടിപ്പിടിച്ചാൻ എനിക്ക് കൂലിണ്ട്. ഇമാം ഗസാലിന്റെ രീതിയിൽ വന്നിട്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും, പക്ഷെ ഞാൻ മാറിക്കിടക്കൂല. ഗസാലി അതെന്താ? ഞാൻ മാറിക്കിടന്നിട്ട് ഒരു ദിവസം മാറിക്കിടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല 2 ദിവസം കിടക്കട്ടെ, പിന്നെ ഒരാഴ്ചയാവും. അങ്ങനെ ഞാൻ പല കുടുംബത്തിലും മൂപ്പര് ബെഡിലുണ്ടാവും, മുപ്പത്തി സോഫയിലുണ്ടാവും, ഓൻ സോഫയിലുണ്ടാവും, ഓള് ബെഡിലുണ്ടാവും. ഞാൻ അതൊക്കെ ശീലായി എന്ന് പറയാ. ഇത് ശീലായതല്ല, ജീവിതം ഉണ്ടായതാ. മുതലുണ്ടാവും, ഭരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ വാങ്ങിട്ടതും ഉണ്ടാവും, പുരയുണ്ടാവും, കാറും ഉണ്ടാവും, നാട്ടിൽ ആൾത്താമസമല്ലാത്ത കൊട്ടാരം ഉണ്ടാവും. ജീവിച്ചിട്ടുണ്ടാവില്ല. ജീവിക്കാത്ത നിങ്ങൾക്ക് എന്തിനാ മനുഷ്യരെ നമുക്ക് പൈസ, വീട്? ജീവിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ, ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം, സ്നേഹിക്കണം, പ്രണയിക്കണം, ആഹ്ലാദത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം. അത് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂലുള്ള നമ്മളെ കയ്യിലുണ്ടായിട്ടും ആ വില അറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക.